ഞാൻ അനുജ. ആദ്യ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് റേഷൻ കടകൾ അടച്ചിട്ട് വ്യാപാരികളുടെ രാപ്പകൽ സമരം. വേതന പരിഷ്കരണം ഉൾപ്പെടെ ആവശ്യപ്പെട്ട് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലാണ് നാളെ വൈകിട്ട് വരെയുള്ള സമരം. ജനങ്ങൾക്ക് റേഷൻ നിഷേധിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മന്ത്രി 24നോട് പറഞ്ഞു. ജനങ്ങൾക്ക് അരി നിഷേധിക്കുന്ന ഒരു നിലപാട് ആരും സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. ദേശീയ പണിമുടക്ക് നടക്കുന്ന സമയത്ത് പോലും പാലും അതുപോലെ റേഷൻ കടകളിലെ സാധനങ്ങളും ലഭ്യമാക്കാനുള്ള നടപടിയാണ് സാധാരണ സ്വീകരിക്കുന്നത്. റേഷൻ വ്യാപാരികളുമായി ചർച്ച നടത്തി ഗവൺമെന്റ് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. അത് ഇന്നല്ലെങ്കിൽ നാളെ നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പണിമുടക്ക് കൊണ്ട് അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നേട്ടം അവർക്ക് ലഭ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പണിമുടക്കിൽ നിന്ന് പിന്മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതിന് അവരുമായി ചർച്ച നടത്തി ഉണ്ടാക്കിയ ധാരണകളാണ് പൊതു ചർച്ചകളിൽ പരസ്യമായി തന്നെ ധനമന്ത്രി ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ അത് തൃപ്തരല്ലെങ്കിൽ ഇനി വീണ്ടും ചർച്ച ചെയ്ത് പരിഹരിക്കാം. ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പ്രശ്നം പരിഹരിച്ചെന്ന ഭക്ഷ്യമന്ത്രിയുടെ നിലപാടിൽ പരിഹാസവുമായി CITU നേതാവ് TP രാമകൃഷ്ണൻ രംഗത്തെത്തി. പരിഹരിച്ചെങ്കിൽ നടപ്പാക്കിയാൽ പോരെയെന്ന് TP രാമകൃഷ്ണൻ ചോദിച്ചു. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സമരം ചെയ്യുക തന്നെ വേണമെന്നും റേഷൻ വ്യാപാരികളുടെ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് TP രാമകൃഷ്ണൻ പറഞ്ഞു. പ്രശ്നം തീർക്കുന്നതിന് വേണ്ടി ചർച്ചയിലൂടെ തന്നെ തീർക്കണം. ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റ് നിലപാട്. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ പൊതു നിലപാടിൽ നിന്നുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്കാകെ പരിഹാരമുണ്ടാക്കുന്ന സമീപനം സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കണം എന്ന് തന്നെയാണ് നിലപാട്. സംസ്ഥാന ഗവൺമെന്റ് റേഷൻ ഷാപ്പുകാർക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുത്ത് ഈ യോജിപ്പിന്റെ മേഖല വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്കെതിരെ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും കൂട്ടായി നേരിടാൻ കഴിയും. അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും മുമ്പോട്ട് പോകേണ്ടത്. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, അല്ലെങ്കിൽ തന്നെ ഈ പോസ്റ്റ് മെഷീൻ തകരാർ എന്ന പേരിലൊക്കെ പലപ്പോഴും റേഷൻ വിതരണം മുടങ്ങുന്നത് നമ്മൾ കാണാറുണ്ട്. സാധാരണക്കാരെ വലയ്ക്കുന്നതാണ് ഇതെല്ലാം. ഇപ്പോൾ നാളെ വൈകിട്ട് വരെ സമരം എന്ന് പറയുമ്പോൾ അതും ബാധിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെയാണ്. ഇതിൽ ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ഭരണാനുകൂല സംഘടന ആണ്, ആ സംഘടനയുടെ നേതാവാണ് എന്നതും എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. ഇതിലിപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ സമരത്തിലേക്ക് ഇവർ കടക്കുന്നു എന്നത് തനിക്ക് മനസ്സിലായിട്ടില്ല എന്നൊരു ഭക്ഷ്യമന്ത്രിയുടെ പ്രസ്താവന വരുന്നത്? ഇനിയിപ്പോൾ സർക്കാരിന്റെ അടുത്ത നടപടി എങ്ങനെയായിരിക്കും? അനുജ സൂചിപ്പിച്ചതുപോലെ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഏറ്റവും അധികം ഇരയാകുന്നത് സാധാരണക്കാർ തന്നെയാണ് എന്നുള്ളതാണ്. കാരണം ശനിയും ഞായറും കഴിഞ്ഞ 2 ദിവസവും റേഷൻ കടകൾ അവധിയായിരുന്നു. ഈ രാപ്പകൽ സമരത്തോടെ ഇന്നും നാളെയും കൂടി റേഷൻ കടകൾ അവധിയാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടുകൂടി തുടർച്ചയായി 4 ദിവസം റേഷൻ വിതരണം സംസ്ഥാനത്ത് പൂർണ്ണമായും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം സ്വാഭാവികമായും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഇതുവരെ തുടങ്ങിയിട്ടുമില്ല. അത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം 10-ാം തീയതിയോടുകൂടിയേ തുടങ്ങുള്ളൂ. മാത്രമല്ല 95 ലക്ഷം റേഷൻ കാർഡ് ഉടമകളാണ് സംസ്ഥാനത്തുള്ളത്. അതിൽ 85 ലക്ഷം പേരും കൃത്യമായി എല്ലാ മാസവും ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരുമാണ്. അങ്ങനെയുള്ളവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തത് ഈ മാസം മുഴുവനുള്ള റേഷൻ വിതരണത്തെ ബാധിക്കുകയും ചെയ്യും. പക്ഷേ റേഷൻ ഉടമകളുടെ സമരത്തെ സംബന്ധിച്ചിടത്തോളം അവർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കട അടച്ചുള്ള ഒരു സമരം അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഈ സമരം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ശമ്പളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. അവരുടെ വേതനം കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ട ആവശ്യമുണ്ട്. അത് ഇതുവരെയും നടപ്പിലാകുന്നില്ല. KTPDS അപാകതകൾ പരിഹരിക്കുക, മറ്റ് വിഷയങ്ങൾ, വിവിധ വിഷയങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യമന്ത്രിയും ധനമന്ത്രിയും ഒന്നിച്ച് ഇവർ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ പരിഹാരം പൂർണ്ണമായി ഉണ്ടാവാത്തതിന് പിന്നാലെയാണ് സമരം. അതേസമയം ഇവരെ ഈ സമരക്കാരെ തള്ളിക്കൊണ്ട് മന്ത്രി രംഗത്തെത്തുകയും ചെയ്യുന്നു. ഏത് സാഹചര്യത്തിലാണ് സമരമെന്നറിയില്ല. ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അങ്ങനെ ഒരു എതിർപ്പും പറയാതെ ചർച്ചയിൽ പൂർണ്ണ തൃപ്തരായാണ് അവർ മടങ്ങിയത്. പിന്നീട് എന്തിന് സമരമെന്നറിയില്ല. സമരത്തിന്റെ പേരിൽ പണിമുടക്ക്, ദേശീയ പണിമുടക്ക് സമയത്ത് പോലും റേഷൻ കടകളെ ഒഴിവാക്കുകയാണ് പതിവ്. അങ്ങനെ സാധാരണക്കാർക്ക് അരി നിഷേധിക്കുന്നത് ആരായാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മന്ത്രിയുടെ നിലപാട്. പക്ഷേ ഇതിനെ പരിഹസിച്ചുകൊണ്ട് അതേ മുന്നണിയിൽപ്പെട്ട ഒരു MLA തന്നെ മുൻ മന്ത്രി കൂടിയായ CITU നേതാവ് TP രാമകൃഷ്ണൻ ഈ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ രംഗത്തെത്തുന്നതും കണ്ടതാണ്. മന്ത്രിയുടെ ഒരു പ്രസ്താവന പത്രത്തിൽ കണ്ടു. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നുള്ളതാണ് ആ പ്രസ്താവന. അങ്ങനെ പരിഹരിച്ചെങ്കിൽ പിന്നെ നടപ്പിലാക്കിക്കൂടെ എന്നുള്ളതായിരുന്നു TP രാമകൃഷ്ണന്റെ ചോദ്യം. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഒരു പ്രതിരോധത്തിൽ തന്നെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. വേതന പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റേഷൻ വ്യാപാരികളുടെ 2 ദിവസത്തെ സമരം. ഇതിൽ വലയുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ ഈ വിഷയത്തിൽ ഇനിയെങ്കിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് CPIM യുവനേതാവ് പണം തട്ടിയെന്ന ആരോപണം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. നാട്ടിൽ പലതരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും അതിനെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി.
ഇവിടെ PSC അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതോ അവരെ നിയമിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ആർക്കും പറയാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല. മറ്റ് പ്രശ്നങ്ങൾ തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൽ കാണേണ്ടത്. അതേസമയം വസ്തുതയില്ലാത്ത വാർത്തകളിലേക്ക് തന്നെ നിരന്തരം വലിച്ചിഴയ്ക്കുന്നുവെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. വലിച്ചിഴയ്ക്കുന്ന വിഷയങ്ങളിൽ വസ്തുതയില്ലെന്ന് മനസ്സിലായാലും അത് ചിലർ തിരുത്താറില്ല. വ്യക്തിഹത്യക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. തുടർച്ചയായി നെഗറ്റീവ് പ്രശ്നങ്ങളിലേക്ക് തന്നെ വലിച്ചെടുക്കുകയാണ്. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ജനങ്ങൾക്കൊക്കെ അറിയാം. എന്നാൽ ഇങ്ങനെ വലിച്ചഴക്കുന്ന വിഷയങ്ങളിൽ വസ്തുതയൊന്നുമില്ല എന്ന് ബോധ്യമായാലും വലിച്ചഴക്കുന്നവർ അത് പിന്നീട് തിരുത്താനോ വിശദീകരിക്കാനോ തയ്യാറാകുന്നില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു അന്യായമല്ലേ ശരിക്കും? അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ അതിരുകളും കടന്നു വരുമ്പോൾ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിൽ, അടിസ്ഥാനരഹിത അസംബന്ധ കാര്യങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ വലിച്ചഴക്കുന്ന നിലപാട് തുടരുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടെ ഈ വിഷയത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ആവശ്യപ്പെട്ടു. ഇന്ന് കോഴിക്കോട് നടക്കുന്ന പല മാഫിയയുടെ പിന്നിൽ കോറി മാഫിയ, മണൽ മാഫിയ, മദ്യമാഫിയ, സ്വർണ്ണക്കടത്ത് എല്ലാത്തിൻ്റെയും പുറകിൽ മന്ത്രി റിയാസിന്റെ നേതൃത്വത്തിലുള്ളൊരു സംഘമുണ്ട് എന്നുള്ളത് വാർത്ത വളരെ സജീവമായി പുറത്തു വരികയാണ്. എല്ലാത്തിലും മന്ത്രിക്ക് പങ്കുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇതേക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം വേണം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കേരളത്തിൽ, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായ കേരളത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ നിഷ്പക്ഷത ഉണ്ടാവില്ല, സത്യം കണ്ടെത്താൻ സാധിക്കില്ല. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള പോലീസ് അന്വേഷണമാണ് കോൺഗ്രസിൽ ആവശ്യപ്പെടുന്നത്. അതല്ലെങ്കിൽ ഈ ആരോപണങ്ങളൊക്കെ തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം, സത്യം പുറത്തു വരണം. അതേസമയം തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് CPIM ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളി പ്രതികരിച്ചു. ആരിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടില്ല, പാർട്ടിയോ നേതാക്കളോ തന്നോട് വിശദീകരണം തേടിയിട്ടില്ലെന്നും പ്രമോദ് കോട്ടൂളി പറഞ്ഞു. ഷഫീദ് റാവുത്തറും അഭിജിത്ത് മുഴക്കൊന്നും വിശദാംശങ്ങളുമായി. ഷഫീദ് റാവുത്തറിലേക്ക് ആദ്യം. ഷഫീദ്, ഈ വിഷയം ഇപ്പോൾ നിയമസഭയിൽ വരുമ്പോൾ അതിൽ ആരോപണം നിഷേധിക്കുന്നില്ല മുഖ്യമന്ത്രി എന്നുള്ളത് തന്നെയല്ലേ ഏറ്റവും പ്രധാനം. ഇതൊരു അന്വേഷണത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് എന്തെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ പാർട്ടിയുടെ പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അനുജ. അതേസമയം തന്നെ നമുക്കറിയാം, ഇന്ന് ഈ PSC ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടതിനിടെയായിരുന്നു N ഷംസുദ്ദീൻ MLA ഇങ്ങനെ ഒരു വിഷയം, അതായത് കോഴിക്കോട് ടൗണിലുള്ള ഒരു യുവജന നേതാവ്, ഒരു ഏരിയ കമ്മിറ്റി അംഗം ഇത്തരത്തിൽ PSC നിയമനവുമായി ബന്ധപ്പെട്ട കോഴ വാങ്ങിയെന്ന് പാർട്ടിക്ക് ഒരു പരാതി എത്തിയിട്ടില്ല, അങ്ങനെ ചില വാർത്തകൾ വന്നിട്ടുണ്ടല്ലോ, അക്കാര്യത്തിൽ എന്താണ് സർക്കാരിന്റെ തുടർനീക്കം എന്നുള്ള ചോദ്യം ഉന്നയിച്ചത്. ഇതിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞത് ഇക്കാര്യങ്ങളാണ്. PSC അപകീർത്തിപ്പെടുത്താൻ ശ്രമങ്ങൾ നടക്കുകയാണ്, PSC അംഗങ്ങളെ നിയമിക്കുന്നത് അഴിമതിയുടെ ഭാഗമല്ല എന്ന് ഇക്കാര്യത്തിൽ സുതാര്യത വ്യക്തമാക്കിയ മുഖ്യമന്ത്രി അതേസമയം നാട്ടിൽ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുവെന്നും അക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്നും ഇത് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക പരിശോധനയ്ക്ക് ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം പാർട്ടിക്ക് മുൻപിൽ ഇത് പരാതി എത്തിയ ഘട്ടത്തിൽ തന്നെ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട അവരുടെ അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ചിലപ്പോൾ നടപടിയിലേക്ക് നീങ്ങാമെന്നുള്ള സൂചനകൾ മുഖ്യമന്ത്രിയുടെ വാക്കിൽ നിന്ന് ധ്വനിയായി ഉയരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയ മന്ത്രി PA മുഹമ്മദ് റിയാസും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് ഈ വലിച്ചെടുക്കുന്ന വിഷയങ്ങളിൽ വസ്തുതയില്ല എന്ന് മനസ്സിലാകുമ്പോൾ അത് ചിലർ തിരുത്താറില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ അതുമായി ബന്ധപ്പെട്ട കാര്യം. മാത്രമല്ല മുഖ്യമന്ത്രി ആ വിഷയം നിയമസഭയിൽ വ്യക്തമാക്കിയെന്നും അടുത്ത കാലത്തായി ഒരു കാര്യവുമില്ലാത്ത ആരോപണങ്ങൾ തനിക്കെതിരെ വരുന്നുവെന്നും ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അതാണ്, അതിനിടെയാണ് ഇപ്പോൾ ആരോപണ വിധേയൻ എന്ന രീതിയിൽ ആ സ്ഥാനത്ത് നിൽക്കുന്ന പ്രമോദ് കോട്ടൂളിയുടെ പ്രതികരണം കൂടി വരുന്നത്. അദ്ദേഹം ഇതെല്ലാം അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞ് തള്ളുകയാണ്. അഭിജിത്ത് മുഴക്കുന്നാണ് ആ വാർത്തയുടെ വിശദാംശവുമായി ചേരുന്നത്. അഭിജിത്ത്, പാർട്ടി അന്വേഷണം നടത്തുന്നുണ്ട്, അതിൽ പ്രമോദ് കോട്ടൂളിയുടെ പേരാണ് ഉയർന്നു കേട്ടത്. ഏരിയ കമ്മിറ്റി അംഗമാണ്, മുതിർന്ന നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ ഇത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞ് തള്ളുകയാണോ? ഒരു വിശദീകരണവും പാർട്ടി ഇതുവരെ തന്നോട് തേടിയിട്ടില്ല എന്നതാണോ അദ്ദേഹം പറഞ്ഞത്?
തീർച്ചയായും അനുജ, ഈ പ്രമോദ് കൊട്ടൂളിയുടെ വാദം അങ്ങനെ തന്നെയാണ്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. ഈ ആരോപണങ്ങളൊക്കെ തന്നെ നിഷേധിക്കുകയാണ് പ്രമോദ് കൊട്ടൂളി. പാർട്ടിയുടെ ഒരു ഘടകത്തിലും ഇത്തരം ഒരു വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടില്ല. പാർട്ടി നേതാക്കൾ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ സമീപിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഈ ഡോക്ടർമാർ, അതായത് ഈ ആരോപണം ഉന്നയിക്കുന്ന ഈ ഡോക്ടർമാർ, ഈ പരാതി നൽകിയ ഡോക്ടർമാർ, ഇവരെ തനിക്കറിയില്ലെന്നും അത്തരത്തിലുള്ള ഒരു പരാതിക്കാരുള്ളതായി തനിക്കറിയില്ല എന്നുള്ള ഒരു വാദമാണ് ഏതായാലും പ്രമോദ് കൊട്ടൂളി നിലവിൽ ഉന്നയിക്കുന്നത്. അതായത് ഈ എല്ലാ ആരോപണങ്ങളെയും പ്രമോദ് കൊട്ടൂളി നിഷേധിക്കുകയാണ്, അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞ് തള്ളുകയാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയുടെ പ്രാഥമികമായ ഒരു കണ്ടെത്തൽ അത് പ്രമോദ് കൊട്ടൂളിക്ക് എതിരാണ് എന്നുള്ളതാണ് നാം നിലവിൽ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കൈമാറിയ റിപ്പോർട്ട്, ആ പരാതിയുടെ പ്രകാരം 4-അംഗ കമ്മീഷനെ വയ്ക്കുന്നു. ആ കമ്മീഷന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രമോദ് കൊട്ടൂളിക്കെതിരെ കമ്മീഷൻ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ യുവ നേതാവിനെതിരെ നടപടിക്കൊരുങ്ങുന്നു എന്നുള്ളതും നാം ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. അതായത് CITU ഭാരവാഹിത്വമുള്ള ആളാണ് പ്രമോദ് കൊട്ടൂളി. ഒപ്പം തന്നെ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ്. ജില്ലയിലെ വളരെ മുതിർന്ന നേതാക്കളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് പ്രമോദ് കൊട്ടൂളി. അതിനാൽ തന്നെ ഏത് രീതിയിലാണ് ഇയാളുടെ ഇടപെടലുകൾ അത് പാർട്ടിക്ക് വലിയ രീതിയിൽ ദോഷം വരുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിഗമനം പാർട്ടി തലത്തിലുണ്ട്. അതിനാൽ തന്നെ ഇയാൾക്കെതിരെ നടപടിയിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയാണ് വരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അതിനുള്ളൊരു സാധ്യത തെളിഞ്ഞു വരുന്നുമുണ്ട്. അനുജ, ശരി. അടുത്ത വാർത്തയിലേക്ക്. രാഹുൽ ഗാന്ധി വീണ്ടും മണിപ്പൂരിൽ. രാവിലെ അസമിൽ പ്രളയ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷമാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലെത്തിയത്. അസമിന് വേണ്ട സഹായവും പിന്തുണയും കേന്ദ്ര സർക്കാർ നൽകണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. BJP ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ദുരന്തത്തിന് പിന്നിലെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. എന്നാൽ രാഹുൽ ഗാന്ധിയുടേത് ദുരന്ത ഭൂമിയിലെ വിനോദയാത്ര എന്നായിരുന്നു BJPയുടെ പരിഹാസം. വിനീത VJ വിശദാംശങ്ങളുമായി. വിനീത, ഭാരത് ജോഡോ യാത്ര തുടങ്ങിയ ഇടത്തേക്ക് ഒരിക്കൽ കൂടി പ്രതിപക്ഷ നേതാവ് എന്ന തരത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാര്യപരിപാടികൾ എന്താണ്? ഗവർണറെ അടക്കം കാണുക എന്നുള്ളതുണ്ടല്ലോ. വിവരങ്ങൾ എന്താണ് ഏറ്റവും പുതിയത്? അനുജ, മണിപ്പൂരിലെ ജിരിബാമിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത്. അവിടെ പലായനം ചെയ്യപ്പെട്ട ആളുകളുമായി അദ്ദേഹം സംസാരിക്കും, അവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം ഈ ഇരു വിഭാഗത്തിലെയും നേതാക്കളെ അദ്ദേഹം കാണും. പിന്നീടാണ് ഗവർണറുമായുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച എന്നാണ് നമുക്കിപ്പോൾ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ചാർട്ട് അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ അവിടെ ഇപ്പോഴും ഈ യുദ്ധം, ഈ കലാപം കെട്ടടങ്ങാത്ത മേഖലകളുണ്ട്. മൊറാങ്, അതോടൊപ്പം തന്നെ ചുരാചന്ദ്പൂർ തുടങ്ങിയ മേഖലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ രാഹുൽ ഗാന്ധി നേരിട്ടെത്തി അവിടുത്തെ സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഇടപെടലുകളോ സഹായങ്ങളോ നൽകേണ്ടതായിട്ടുണ്ടെങ്കിൽ അത്തരം നടപടികളും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ രാവിലെ തന്നെ അദ്ദേഹം അസമിലെത്തിയിരുന്നു. അസമിലെ ഈ പ്രളയക്കെടുതിയിൽ ഏതാണ്ട് 29 ജില്ലകളിലായി 21 ലക്ഷത്തിലധികം ആളുകളാണ് ഈ പ്രളയക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നത്. അവിടുത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് താലെ എന്ന് പറയുന്ന ഒരു മേഖലയിലാണ്. ആ മേഖലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി രാഹുൽ ഗാന്ധി അവിടെ ദുരിതം അനുഭവിക്കുന്നവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവർക്ക് പറയാനുള്ളതെല്ലാം അദ്ദേഹം കേട്ടിരുന്നു. ഏതാണ്ട് 60ഓളം ആളുകളാണ് അസമിൽ ഈ പ്രളയക്കെടുതി മൂലം അവർ ജീവൻ നഷ്ടമായത്. അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെയായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിമർശനം BJPയുടെ ഇരട്ട എഞ്ചിൻ സർക്കാരാണ്, ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് അസമിലെ പ്രളയക്കെടുതി ഇത്രയും രൂക്ഷമാകാൻ കാരണമെന്നാണ് പറയുന്നത്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ എത്രയും വേഗം നൽകണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ അതിനുശേഷമാണ് അദ്ദേഹം പിന്നീട് ഇപ്പോൾ മണിപ്പൂരിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് വരെ അദ്ദേഹം മണിപ്പൂരിലെ വിവിധ ഇടങ്ങളിൽ ഉണ്ടാകും. അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലെ ക്യാമ്പുകളിൽ ഉൾപ്പെടെ അദ്ദേഹം സന്ദർശനവും നടത്തും. ഇത് പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യ സന്ദർശനമാണ്. അനുജ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ 2 തവണ രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശനം നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് അവിടെ ഈ കലാപം ഏറ്റവും കൂടുതൽ കലുഷിതമായി നിന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നൊരു പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവ് ആദ്യമായി ആ കലാപ ഭൂമിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ ന്യായ് യാത്ര തുടങ്ങിയതും ഈ മണിപ്പൂരിൽ നിന്ന് തന്നെയായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായതിനു ശേഷം പാർലമെന്റിലേക്കടക്കം അദ്ദേഹം ഈ മണിപ്പൂർ വിഷയം കൊണ്ടുവരികയും മണിപ്പൂരിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്നും അദ്ദേഹം വിഷയത്തിൽ സംസാരിക്കണമെന്നും ഒക്കെ പ്രതിപക്ഷം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ 3ാം സന്ദർശനം മണിപ്പൂരിലുള്ളത്. മണിപ്പൂരിലെ വിവിധയിടങ്ങളിൽ ഇപ്പോൾ അദ്ദേഹം സന്ദർശിക്കുകയാണ്. അനുജ, രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ. തിരികെ വാർത്താമഴയിലേക്ക്. യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കത്തിൽ പോലീസിനെ വിമർശിച്ച് ഹൈക്കോടതി. കോടതി വിധി നടപ്പിലാക്കാൻ സാധിക്കില്ലേ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം.
പോലീസിന് കൃത്യമായ ആക്ഷൻ പ്ലാൻ വേണം. വിധി നടപ്പിലാക്കാൻ ഒരവസരം കൂടി തരാമെന്നും ഹൈക്കോടതി പറഞ്ഞു. കേസ് ഈ മാസം 25 മാറ്റി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, കോടതിയെ സംബന്ധിച്ച് നിർണായകമാണ് ഇങ്ങനെ ഒരു കാര്യം. ഒരു തവണ കൂടി സമയം തരാം എന്ന തരത്തിലേക്ക് കോടതി പറയുമ്പോൾ ഇനി എന്താകും അടുത്ത നടപടി? രൂക്ഷ വിമർശനമാണോ ഇന്ന് കോടതി ഉന്നയിച്ചത്? അനുജ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പള്ളിത്തർക്ക കേസ് കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇന്നും അത് തുടർന്നു. എന്തുകൊണ്ട് സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതി ഉന്നയിച്ചത്. ഇന്ന് അതൊരു കടുത്ത ഭാഷയിൽ കൂടി ഉന്നയിച്ചു എന്നുള്ളതാണ്. ഈ ഗേറ്റിന് വക്കൽ വരെ പോയി നിങ്ങൾ തിരികെ പോരുന്നത് അതൊരു സ്ഥിരം പരിപാടിയായി മാറിയിട്ടുണ്ട്. അത് അങ്ങനെ തുടർന്നാൽ മതിയോ? ഇപ്പോഴും ഈ വിധി നടപ്പാക്കാൻ പോലീസിന് സാധ്യമാകുന്നില്ലേ? മറ്റു കർമ്മ പദ്ധതികൾ അവലംബിക്കാൻ എന്തുകൊണ്ടാണ് പോലീസ് തയ്യാറാകാത്തത് തുടങ്ങിയ ചോദ്യങ്ങൾ കോടതി ഉന്നയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പള്ളി ഏറ്റെടുക്കാൻ സ്വീകരിച്ച നടപടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ നീക്കങ്ങളെല്ലാം സർക്കാർ കോടതിയെ അറിയിച്ചു. ഒപ്പം തങ്ങൾ സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിന് വേണ്ടി കൃത്യമായ കർമ്മ പദ്ധതി തയ്യാറാക്കുകയാണ് എന്നൊരു നിർണായക നിലപാട് കൂടി സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇനി ഒരവസരം കൂടി തങ്ങൾ നൽകാം. ആ അവസരത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കിയില്ലെങ്കിൽ കോടതി അലക്ഷ്യ ഹർജി പരിഗണിക്കേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടി വരുമെന്നും ഹൈക്കോടതി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരുപക്ഷെ പള്ളി ഏറ്റെടുക്കാനുള്ള നടപടിയിലേക്ക് സർക്കാർ കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. 25-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. അനുജ, യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കത്തിലാണ് ഇപ്പോൾ എന്തുകൊണ്ട് കോടതി വിധി നടപ്പാക്കുന്നില്ല എന്ന ചോദ്യം ഹൈക്കോടതി പോലീസിനോട് ചോദിച്ചു. ഒരവസരം കൂടി തരാം എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. തിരുവമ്പാടി KSEB ഓഫീസ് ആക്രമണ കേസിലെ പ്രതിയുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെതിരെ നിയമ നടപടിയുമായി കുടുംബം. മകൻ അജ്മൽ ചെയ്ത തെറ്റിന് പിതാവ് ഉള്ളാട്ടിൽ റസാഖിന്റെ പേരിലുള്ള കണക്ഷൻ വിച്ഛേദിച്ച സംഭവത്തിലാണ് കോടതിയെ സമീപിക്കുന്നത്. അതേസമയം KSEB ഓഫീസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തിരുവമ്പാടി KSEB ഓഫീസിന് മുന്നിൽ ജീവനക്കാർ ഇന്ന് പ്രതിഷേധിച്ചു. ജീവനക്കാർക്ക് സംരക്ഷണം നൽകണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ. ഈ ആക്രമണം ഇനിയും തുടരും എന്ന നിലയിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം പോലീസ് സ്റ്റേഷനിൽ പോലും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ സമാധാനത്തോടുകൂടി ഞങ്ങളെ ജീവന് വില നൽകുന്ന രൂപത്തിലുള്ള ഇവിടെ തൊഴിലെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് വിനയപൂർവ്വം എല്ലാവരോടും മാധ്യമ സുഹൃത്തുക്കളോടും ഉൾപ്പെടെ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മിഥില ബാലൻ വിശദാംശങ്ങളുമായി. മിഥില, ഇപ്പോൾ രണ്ട് ഭാഗത്തു നിന്നുള്ള പ്രതിഷേധമാണ് കാണുന്നത്. അതിൽ കുടുംബം കോടതിയെ സമീപിക്കുന്നു, ഉപഭോക്തൃ കോടതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അവരുടെ തുടർ നീക്കം എങ്ങനെയാണ്? ഇനിയിപ്പോൾ KSEB ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് അവർ നിയമ നടപടിയിലേക്ക് പോകുന്നതിനുള്ള സാധ്യതയൊക്കെ എങ്ങനെയാണ് കൂടുതൽ? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഒന്ന് കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ഒന്ന് KSEB ജീവനക്കാരുടെ ഭാഗത്തുനിന്നും. കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതിഷേധം എടുക്കുകയാണെങ്കിൽ മകൻ ചെയ്ത തെറ്റിന്റെ പേരിൽ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെതിരെയാണ് ഈ റസാഖും കുടുംബവും ഉപഭോക്തൃ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. അവർ ഇന്നു തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഹർജി നൽകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് KSEB ജീവനക്കാരുടെ ഭാഗത്തുനിന്നുള്ള പ്രതിഷേധമാണ്. KSEB ഓഫീസിനും ഒപ്പം തന്നെ ജീവനക്കാർക്കും സുരക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ ഇന്നൊരു പ്രതിഷേധവും ഒപ്പം തന്നെ വിശദീകരണ യോഗവും തിരുവമ്പാടിയിൽ സംഘടിപ്പിച്ചത്. എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത് എന്നതാണ് ആ വിശദീകരണ യോഗത്തിൽ അവർ വ്യക്തമാക്കാൻ ശ്രമിച്ചത്. അവർ പറഞ്ഞ ഒരു കാര്യം എന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് KSEBയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. കൃത്യമായ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ചില കൃത്യമായൊരു ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് KSEB ഓഫീസും ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്തത്. ജീവനക്കാർക്കെതിരെ നിലവിൽ കള്ളക്കേസാണ് പോലീസ് എടുത്തിട്ടുള്ളത്. അത് ഈ വീട്ടുകാരും, അതായത് അജ്മലിൻ്റെ വീട്ടുകാരും പോലീസും തമ്മിലുള്ള ചില ബന്ധം ഇതിൽ ഇവർ സംശയിക്കുന്നതായും KSEB തൊഴിലാളി സംഘടനാ നേതാക്കൾ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്, മകൻ ചെയ്ത തെറ്റിന് എന്തിന് വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു എന്ന ഒരു ചോദ്യം ഈ തൊഴിലാളി സംഘടനാ നേതാക്കളോട് മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എന്നത് ഇത്തരത്തിൽ ആക്രമണം നടത്തിയപ്പോൾ ഒരു സമൂഹത്തിന് ഒരു സന്ദേശം നൽകുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് ഈ ഒരു വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിന് പിന്നിൽ എന്ന ഒരു ന്യായീകരണമാണ് തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ രണ്ട് തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവമ്പാടിയിൽ വൈദ്യുതി വിച്ഛേദിച്ച സംഭവത്തിലാണ് രണ്ട് പ്രതിഷേധം കാണാൻ കഴിഞ്ഞത്. ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ സർക്കാർ വിശ്വാസം തെളിയിച്ചു. വിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി 45 പേർ വോട്ട് ചെയ്തു. പ്രമേയത്തെ ആരും എതിർത്തില്ല. NDA വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, അങ്ങനെ ആ കടമ്പ കടന്നിരിക്കുന്നു. വിവരങ്ങൾ.
ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ സർക്കാർ വിശ്വാസം തെളിയിച്ചിരിക്കുന്നു. വിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി 45 പേരാണ് വോട്ട് ചെയ്തത്. NDA വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. പ്രമേയത്തെ ആരും എതിർത്തില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, വിവരങ്ങൾ എന്താണ്? ചില സാങ്കേതിക പ്രശ്നമുണ്ട്, അതിന്റെ വിശദാംശം അല്പസമയത്തിനകം നൽകാം. അടുത്ത വാർത്ത, തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസിനെതിരെ CPI. മേയർ MK വർഗീസ് സുരേഷ് ഗോപിയെ തുടർച്ചയായി പുകഴ്ത്തുന്നുവെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പറഞ്ഞു. ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന മേയർ അത് ചെയ്യാൻ പാടില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. സൂരജ് സജിയാണ് വിശദാംശങ്ങളുമായുള്ളത്. സൂരജ്, ഇതിപ്പോൾ നേരത്തെയും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളതാണ്, സ്ഥാനമൊഴിയണമെന്നുള്ളത്. കാലാവധി കഴിഞ്ഞു എന്നുള്ളത് കൂടി ചൂണ്ടിക്കാട്ടി ഇപ്പോൾ CPI പറയുന്നത് എന്താണ്? അനുജ, ഏറ്റവും പുതിയ വാർത്ത, CPI പരസ്യമായി തന്നെ മേയറെ MK വർഗീസിനെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊരു ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ ആവശ്യം ശക്തമാക്കുകയാണ്. നേരത്തെ സംഘടനാ തലത്തിലൊക്കെയാണ് CPI ഈ ആവശ്യം മുന്നോട്ട് വെച്ചതെങ്കിൽ ഇപ്പോൾ അത് പരസ്യമായി തന്നെ CPI വ്യക്തമാക്കുന്നു. മേയറെ അടിയന്തരമായി മാറ്റണം എന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത്. ഈ മേയറെ MK വർഗീസിനെ മേയറാക്കുന്ന സമയത്ത് ചില ധാരണകൾ ഉണ്ടായിരുന്നു. ആ ധാരണ പ്രകാരം ഈ MK വർഗീസിന്റെ കാലാവധി കഴിഞ്ഞതാണ്. പക്ഷേ മേയർ സ്ഥാനത്ത് MK വർഗീസ് തുടരുകയായിരുന്നു. ഈ സുരേഷ് ഗോപിയെ വീണ്ടും വീണ്ടും പുകഴ്ത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ നടപടിയുമായി, ഈ നിലപാടുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇനിയും MK വർഗീസിനെ മേയർ സ്ഥാനത്ത് ഇരുത്താൻ കഴിയില്ല എന്നൊരു നിലപാടാണ് CPI സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് തന്നെ മേയറെ മാറ്റണമെന്ന ആവശ്യം പരസ്യമായി ഉന്നയിച്ചത്. ഇത് സംബന്ധിച്ച് നമ്മളിപ്പോൾ മേയറോട് വിശദീകരണം തേടിയെങ്കിലും പ്രതികരിക്കാതെ മേയറും മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കോർപ്പറേഷനിൽ നിന്ന് മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും പരസ്യമായി തന്നെ CPI മേയർ സ്ഥാനത്ത് നിന്ന് MK വർഗീസിനെ മാറ്റണം എന്നൊരു ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അനുജ, തൃശൂർ മേയർ MK വർഗീസ് സ്ഥാനമൊഴിയണം എന്നുള്ളത് ആവശ്യം ഒരിക്കൽ കൂടി ഉന്നയിച്ചുകൊണ്ട് CPI രംഗത്തെത്തിയിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി തുറന്ന വിമർശനവുമായി രംഗത്ത് എന്ന് 24 വാർത്ത നൽകിയിരുന്നു. പച്ചക്കുതിര മാസികയിൽ MA ബേബി എഴുതിയ ലേഖനത്തിൽ പോരായ്മകൾ തിരുത്തണം എന്നതാണ് ഉണ്ടായിരുന്നത്. വാർത്തയിൽ പരാമർശിച്ച മറ്റ് വിമർശനങ്ങൾ അതേ പ്രസിദ്ധീകരണത്തിൽ K ബാലകൃഷ്ണൻ എഴുതിയ ലേഖനത്തിലെ ഭാഗങ്ങളായിരുന്നു. പിഴവ് സംഭവിച്ചതിൽ ഞങ്ങൾ നിർവ്യാജം ഖേദിക്കും. വാർത്താമഴ അവസാനിക്കുകയാണ്. ഇനി